ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു വരാൻ പോകുന്ന പുതുപുത്തൻ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ്. വിക്രവും വേദയും തമ്മിലുള്ള ഒരുപാട് കോമ്പിനേഷൻ സീനുകളൊക്കെയുള്ള ഒരു അടിപൊളി എപ്പിസോഡ്. അങ്ങനെ വിക്രത്തിനെ മര്യാദയ്ക്ക് നടത്താൻ നോക്കുകയാണ് കേട്ടോ വേദ. നമ്മുടെ കമലയാണെങ്കിലും പറയുന്നുണ്ട്, മോളെ എങ്ങനെയെങ്കിലും വിക്രത്തിനെ നേരെ നടത്തണം, മാഷ് അവനെ കൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ വേദയോട് പറയാണ്. അതനുസരിച്ച് വിക്രത്തിനെ നേരെ നടത്താൻ ശ്രമിക്കുകയാണ് വേദ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മാഷ് പിറന്നാളിൻ്റെ അന്ന് തന്നെ കമലയോട് പറയുന്നുണ്ട് കേട്ടോ, നമ്മളൊക്കെ എങ്ങനെയെങ്കിലും വഴി വെച്ച് ആരുടെയും കൈകൊണ്ട് തീരുകയേ ഉള്ളൂ. കാരണം വീട്ടിലൊരു ഗുണ്ടയുള്ളപ്പം അതിനൊക്കെയുള്ള സാധ്യതയേ ഉള്ളെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ കമലയ്ക്ക് ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ. അപ്പം മാഷ് പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ കേക്ക് കട്ട് ചെയ്തേക്കാം, ഈ വർഷമേ ഈ കേക്ക് മുറി കാണുള്ളൂ, അടുത്ത വർഷം കേക്ക് മുറിക്കാൻ നമ്മളുണ്ടാവുമെന്ന് അറിയില്ലല്ലോ, നമ്മുടെ മോൻ്റെ ഗുണം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ കമല ഒരുപാട് വിഷമിച്ച് കരയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മാഷേ ഇങ്ങനെ പ്രാഗിക്കൊണ്ട് കേക്ക് മുറിക്കണ്ട, അതുകൊണ്ട് ഈ വർഷം കേക്ക് മുറിക്കണ്ട എന്ന് പറയുകയാണ്. അതിനൊക്കെ ശേഷവും മാഷ് വന്നിട്ട് പറയുന്നുണ്ട്, വേദയെ പിന്തിരിപ്പിക്കാൻ നീ നോക്കണം, നിനക്ക് ആ കുട്ടിയോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് അവളിവിടെ നിന്ന് കഴിഞ്ഞാൽ, അവനെപ്പോലെ ഒരു ഗുണ്ടയുടെയും തെമ്മാടിയുടെയും ഭാര്യയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ ജീവനൊന്നും ഒരു വിലയില്ല, വഴി വെച്ചൊക്കെ തീരേണ്ടവനാണ് അവനൊക്കെ, ആരുടെയും കയ്യാലേ അവൻ തീരുവേ ഉള്ളൂ എന്ന് പറയുന്ന കേൾക്കുമ്പോഴേക്കും കമലയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് കമല പറയാണ്, അയ്യോ മാഷേ അങ്ങനെയൊക്കെ പറയാതെ എന്ന് പറയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ്, അവൾ എന്നിട്ട് അവൻ്റെ വിധവയായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നിനക്ക് കാണണോ എന്ന് ചോദിക്കുമ്പം കമലയുടെ നെഞ്ച് പൊട്ടിപ്പോവാണ്. കമല എന്നിട്ട് വിങ്ങിപ്പൊട്ടി മാഷിനോട് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാതെ മാഷേ, എന്താ മാഷേ പറയുന്നതെന്ന്. അപ്പോൾ മാഷ് പറയണ, അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് ആ കുട്ടിയെ പിന്തിരിപ്പിക്കാൻ എന്നൊക്കെ കമലയോട് പറയുന്ന കേട്ടത്. അപ്പോൾ കമലയ്ക്ക് ഇതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ. വിക്രത്തിൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോഴേക്കും വിക്രത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി കമലയ്ക്കുണ്ട്. അതുപോലെ തന്നെ വേദയുടെ ജീവിതത്തിനും എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയോടെ കമല ഇരിക്കുന്നത്. ആ സമയത്താണെങ്കിൽ വിക്രം അവിടെ അഭിലാഷിനെയും ഗുണ്ടകളെ അടിച്ച് നിരപ്പാക്കുകയാണ്. അഭിലാഷിനെ കത്തിക്കാനായിട്ട് തീപ്പെട്ടിയൊക്കെ ഒരച്ചിങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ദേ എടാ സത്യം പറഞ്ഞു, നീ കളിച്ചത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും നേർക്കാണ്, നേരെ നേരെ നിന്ന് നിനക്ക് കളിക്കായിരുന്നു, പക്ഷേ എൻ്റെ അച്ഛനെ അമ്മ ഉപദ്രവിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അഭിലാഷ് അങ്ങ് ഉരുണ്ട് കളിക്കുകയാണ്. അഭിലാഷ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാനതൊന്നും ഉദ്ദേശിച്ചല്ല എന്നൊക്കെ പറയാണ്. എടാ ആരാടാ നിനക്ക് ഈ കൊട്ടേഷൻ നിന്ന് ആ ശ്രീകാന്താണോ ഈ പണം തന്നത്? എൻ്റെ അച്ഛനെയും അമ്മയും കൊല്ലുന്നതിനുള്ള പ്രതിഫലമായിട്ടാണോടാ അവൻ നിനക്ക് ഈ പണം തന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, അല്ല വിക്രം അതിനല്ല, പക്ഷേ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും സംഭവിക്കരുതെന്ന് പറയാനായിട്ടാണ് ശ്രീകാന്ത് സാർ ഇവിടെ വന്നത്, ഈ പണം തന്നതും ഇനി നിങ്ങളുടെ അച്ഛനെ ഉപദ്രവിക്കരുത് എന്ന് പറയാനാണ് എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെന്താടാ അങ്ങനെ ഒരു പണി, എൻ്റെ അച്ഛനെ അമ്മയെ ഉപദ്രവിക്കുന്നതിന് അവനെന്താ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഇതിനു മുമ്പ് നിങ്ങൾക്കൊരു പണി തരണം എന്ന് പറഞ്ഞത് ശ്രീകാന്ത് സാറ് തന്നെയായിരുന്നു, അന്ന് അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചതും അതിന് വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം നിങ്ങളുടെ അച്ഛനെ അമ്മയെ ഉപദ്രവിച്ചു എന്ന് അറിഞ്ഞപ്പോഴേക്കും അത് അയാൾ ചെയ്തതല്ലല്ലോ, അപ്പോൾ ഇനി മേല അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, ജഡ്ജി സാറ് അതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ സത്യങ്ങളും വിവരങ്ങളും ഒക്കെ അറിയുമ്പം വിക്രത്തിന് നല്ല ദേഷ്യം വരെയാണ്. വിക്രം പറയാണ്, ആഹാ ആ പാവം പറഞ്ഞിട്ടായിരുന്നു ഭണ്ഡാരം മാറ്റി വെച്ചത്, എന്നിട്ടിപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും കൊല്ലരുതെന്ന് പറയാൻ അവൻ പണം കൊടുക്കുന്നു, അതിൻ്റെ ആവശ്യം എന്താ അവന് എന്ന് പറഞ്ഞിട്ട് നേരെ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ശങ്കരനാരായണനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് വിക്രം അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്തേ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന്, അന്ന് അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചെന്നും പറഞ്ഞ് കള്ളക്കഥയുണ്ടാക്കി കള്ളക്കേസിൽ എന്നെ കൊടുക്കാൻ നോക്കിയത് നീയാണല്ലേ. അഭിലാഷ് എല്ലാ വിവരങ്ങളും പറഞ്ഞു, എന്നിട്ടിപ്പം പണം കൊണ്ട് കൊടുത്തിരിക്കുന്നു എൻ്റെ അച്ഛനെയും അമ്മയും ഉപദ്രവിക്കരുതെന്ന് പറയാൻ, അതിൻ്റെ ആവശ്യം എന്താ? എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം നോക്കാൻ എനിക്കറിയാം, നിൻ്റെ ഒരു ഒത്താശയും പണവും ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ബഹളം വച്ചിട്ട് പോവാണ് കേട്ടോ.
അതേസമയം ഇതെല്ലാം ശങ്കരനാരായണൻ കേൾക്കുന്നുണ്ട്. ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് ചോദിക്കുക, എടാ ഇപ്പം എന്താണ് ഈ പ്രശ്നം? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതിലൊന്നും ഇടപെടരുതെന്ന്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അതച്ഛാ, അന്ന് ഞാൻ ആ കള്ളക്കേസ് ഉണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനായിട്ട് കുറച്ച് പണം അഭിലാഷിനൊക്കെ കൊടുത്തെന്നുള്ളതും സത്യമാണ്. പിന്നെ ഇപ്പോൾ അവന്മാർ വിക്രത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും നേരെ തിരിയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് എൻ്റെ പണിയൊന്നുമല്ല, അത് വേറെ ആരണ്ടര കൊട്ടേഷനാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പണം കൊടുത്ത് അവന്മാരെ ഒതുക്കിയതാ. ഇനിയും അങ്ങനെയുള്ള ഇതിന് പോയാലും അതെൻ്റെ തലയിൽ ഇരിക്കില്ലേ? അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയി ആ ഗുണ്ടകളെ കണ്ടതും പണം കൊടുത്തതും എന്നൊക്കെ പറയുമ്പോൾ ശങ്കരനാരായണൻ പറയണേ, എടാ നീ ഇങ്ങനെ ആയിപ്പോയല്ലോ. നിന്നോട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. അന്ന് അന്ന് നമ്മളൊരു കൊട്ടേഷൻ കൊടുത്തെന്നുള്ളത് സത്യം തന്നെയാണ്. അത് അവനെ തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ മോള് തിരിച്ചു വരണമെന്നും വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഓരോരോ പണികൾ കൊടുക്കും തോറും അവൾ അവനോട് കൂടുതൽ അടുക്കാണ്. അവൾ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഇല്ലാതാവുകയാണ്. അതുമല്ല, അങ്ങനെ നമ്മളും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഗുണ്ടകളും ഒക്കെ തമ്മിൽ എന്താടാ വ്യത്യാസം? നീ ഇങ്ങനെ ആവരുത് ശ്രീകാന്ത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിന് നല്ല താക്കീതൊക്കെ കൊടുത്തു വിടുന്നുണ്ട് ശങ്കരനാരായണൻ. അപ്പോൾ പത്മ അടുത്തിരുന്നിട്ട് ചോദിക്കുക, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? വിക്രവും നിങ്ങളുമായിട്ട് എന്താ പ്രശ്നം? അവരുടെ കുടുംബക്കാരെ ഉപദ്രവിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ പറയാണ്, അതല്ല, നിൻ്റെ മോനി ശ്രീകാന്ത് ഉണ്ടല്ലോ, അവൻ വേണ്ടാത്ത ഓരോ പണികൾ ഒപ്പിച്ച് വെക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മോളെ വീണ്ടും വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ വിക്രത്തിൻ്റെ വീട്ടുകാരെ ഉപദ്രവിക്കാനായിട്ട് ഇവൻ പ്ലാൻ ചെയ്യാണ്. വിക്രത്തെ കള്ളക്കേസിൽ കൊടുക്കാനും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും പത്മ പറയാണ്, സത്യമാണോ ഇതൊക്കെ എന്ന് പറയണം. അപ്പം ശങ്കരനാരായണൻ പറയാണ്, അതെ, എനിക്കും ഒരു തെറ്റു പറ്റിപ്പോയി. അന്ന് വേദ അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയപ്പോൾ അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പണി കൊടുത്തതാ, ഒരു കൊട്ടേഷൻ കൊടുത്തതാണ്. ഞാൻ അതിന് ശ്രീകാന്തിനോട് പറഞ്ഞതാ. അങ്ങനെയാണ് അന്ന് അവിടെ ചെന്ന് വിക്രത്തിനെ ഉപദ്രവിച്ചത്. വേദയെ തിരിച്ചു കൊണ്ടുവന്ന് വിക്രം വിടുകയും ചെയ്തു. അങ്ങനെ അവൾ ഇവിടെ നിന്നുകൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് അവൾ ഈ വിവരം അറിയുന്നത്. ഞാനും ശ്രീകാന്തും കൂടി കളിച്ച കളിയാണെന്നും അതുകൊണ്ടാണ് വിക്രത്തിൻ്റെ വീട്ടിൽ കയറി അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും വിക്രത്തെ തല്ലി ചതച്ചതെന്നും ഒക്കെ അറിഞ്ഞ് അവൾ വീണ്ടും തിരിച്ചു പോവുമായിരുന്നു. അല്ലാതെ അന്ന് അവൻ കെട്ടിയ താലിയുടെ പുറത്ത് വാശിപ്പുറത്ത് പോയത് മാത്രമല്ല അവൾ, പിന്നെ നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ അവൻ്റെ കുടുംബത്തിനുണ്ടാക്കുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ ആണ് അവൾ പിന്നെ തിരിച്ചങ്ങോട്ട് വീണ്ടും പോയത്, തിരിച്ചിങ്ങോട്ട് വരാതെയായത്. അവളെല്ലാം മനസ്സിലാക്കിയിരുന്നു എന്നൊക്കെ പത്മയോട് പറയുന്നുണ്ട് കേട്ടോ. അതേസമയം വിക്രം ബാറി വെച്ച് അടിയുണ്ടാക്കി എന്നുള്ള വിവരം വീട്ടിൽ അറിയുകയാണ് കേട്ടോ. അപ്പോൾ കമല അങ്ങ് പൊട്ടിക്കരഞ്ഞിട്ട് വേദയോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനെയാണ് അവൻ്റെ ജീവിതം. മാഷിന് ഭയങ്കര വിഷമമാണ് അവനെ ഓർത്തിട്ട്. അവനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊന്നും നടക്കില്ല. ആരുടെയും കയ്യാലെ അവൻ വഴി വെച്ച് തീരുമെന്നാണ് മാഷ് പറയുന്നത്. എനിക്കതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. എങ്ങനെ നമുക്ക് നമ്മുടെ പഴയ വിക്രത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? ഇനി നീ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും അവനെ നേരെ കൊണ്ടുവരണം. കുറച്ച് വഴക്കുണ്ടാക്കിയാലും പിണക്കുണ്ടായാലും എന്തായാലും അവനെ നീ നേരെ കൊണ്ടുവരണം എന്നൊക്കെ വേദയോട് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, ഞാൻ പഴയ വിക്രത്തിനെ നിങ്ങൾക്ക് തിരിച്ചു തരും. വിക്രത്തിൻ്റെ ഈ സ്വഭാവമൊക്കെ മാറ്റി നല്ലൊരു വിക്രമായിട്ട് നിങ്ങൾ തിരിച്ചു വരുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് രാത്രിയിലേറെ വൈകി വിക്രം വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. വീട്ടിൽ വന്ന് കയറുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്രയും നേരം നിങ്ങൾക്ക് ഭക്ഷണം കാത്തിരുന്ന് വിളമ്പിത്തരാനൊന്നും ഇവിടെ ആരും ഇല്ല കേട്ടോ. നിന്നോട് അതിനാരെങ്കിലും ഭക്ഷണം ചോദിച്ചോ? എനിക്ക് വിശപ്പില്ല, എനിക്ക് നീ ഭക്ഷണം തരണ്ട എന്ന് പറയണം. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ ഭക്ഷണം വേണ്ടല്ലേ? തോന്നിയ ദിവസം നടന്നേച്ച് ഈ വീട്ടിലേക്ക് കയറി വരാൻ പറ്റില്ല. ഈ വീട്ടിൽ മറ്റുള്ളവരുള്ളതാണ്. അമ്മയ്ക്ക് BP അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണ്. അവർക്കൊക്കെ കിടന്ന് ഉറങ്ങേണ്ടതാണ്. അല്ലാതെ നിങ്ങളെ കാത്തിരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ വീട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. അപ്പോൾ വിക്രം അതിനനുസരിച്ച് തിരിച്ച് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കമലയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. റൂമിൽ നിന്ന് കേൾക്കുമ്പോൾ വിക്രത്തിന് എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടാനായിട്ട് നോക്കുകയാണ് വേദ. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. അപ്പോൾ വേദ പറയാണ്, അത് ഭക്ഷണമൊന്നും വേണ്ടെങ്കിലേ പോയി കുളിച്ചിട്ട് നിങ്ങൾ തൊഴുത്തിൽ പോയി നിങ്ങൾ കിടക്ക് എന്ന് പറയണം. അപ്പോൾ വിക്രം ചോദിക്കുക, തൊഴുത്തോ? അതെന്താടി അങ്ങനെ പറഞ്ഞത്? പിന്നെ നിങ്ങളുടെ ആ മുറിയിലേക്കൊന്ന് കയറി നോക്ക്, തൊഴുത്തിന് അതിലും വൃത്തിയുണ്ട്. പിന്നെ അതിനെ ഞാൻ തൊഴുത്തെന്നല്ലാതെ കൊട്ടാരെന്ന് വിളിക്കണോ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്ക് വിക്രം അവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. റൂമിലേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് റൂം തൊഴുത്തോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ വഴിയെ വിക്രം തിരിച്ചു വരും. പഴയ വിക്രത്തിനെ തിരിച്ച് കമലയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്യും വേദ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്